സ്നേഹിതരെ, ഇതാണ് റൂബി. റൂബിയുടെ ചെറിയൊരു സ്റ്റോറി പറയാം എന്ന് കരുതിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. റൂബി നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി കുമാരനെല്ലൂരുള്ള ബിന്ദു എന്നു പേരുള്ള ഒരു സഹോദരി സംരക്ഷിക്കുന്ന ഒരു നായയാണ്. സംരക്ഷിക്കുന്നത് എന്നെടുത്ത് പറയാൻ കാരണം ഇവിടെ ഒരു തെരുവ് നായയായിരുന്നു എന്നുള്ളതാണ്. അവൾക്ക് ഫുഡൊക്കെ കൊടുക്കും, അവർ വീട്ടിൽ വന്ന് കുറച്ച് നേരം വിശ്രമിക്കും, അങ്ങ് പോകും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ വിശ്രമത്തിൻ്റെ വേളകൾക്ക് ദൈർഘ്യം കൂടിക്കൂടി വന്നു. അങ്ങനെയാണ് അവർ ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായകൾക്കുമൊക്കെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് മാത്രം. പക്ഷേ അത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അവർ കാഴ്ചയേക്കാൾ കൂടുതൽ അവരുടെ കേൾവിയും ഘ്രാണശക്തിയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി അവർ ചെവി വട്ടം പിടിക്കുക, അങ്ങനെ കേൾവിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർ സ്റ്റെപ്പ് കയറുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴാൻ തുടങ്ങുക, അവിടെ ഇവിടങ്ങളിലായി മുട്ടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പക്ഷേ നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അത് അങ്ങനെ ഒരു വെറ്റിനറിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് പലപ്പോഴും ഉള്ളത്. തിരിച്ചു കിട്ടാനാവാത്ത വിധം പോകുന്നതുകൊണ്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് ഏതാണ്ട് 12-13 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് ഇവളുടെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് എന്നാണ് നമ്മൾ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവളുടെ കാഴ്ചശക്തി എന്നാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ബിന്ദുവിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവളൊരു തെരുവുനായായിരുന്നല്ലോ, വരികയും പോവുകയും ചെയ്യുന്നു എന്ന് മാത്രമുള്ളത് കൊണ്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഞാനിപ്പോൾ ഇവളെ ഇങ്ങനെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കാനുള്ളൊരു കാരണം പക്ഷേ ഇതൊന്നുമല്ല. ഇവളുടെ വയറിൻ്റെ അടിഭാഗത്തായിട്ട് ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെയായി ഇങ്ങനെ മുഴകൾ രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സർജറി ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ചൊക്കെ ഉണങ്ങുന്നത് വരെ ഒന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവളെൻ്റെ കയ്യിൽ വന്ന് പെടുന്നത്. സർജറിയൊക്കെ ചെയ്തതിന് ശേഷമുള്ള പരിപാലനം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും ഒക്കെ ഉള്ളതായതുകൊണ്ട് ബിന്ദുവിന് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ടുമാണ് നമ്മളത് ഏറ്റെടുക്കാൻ ഇടയായത്. അങ്ങനെ അവളെ ഡോക്ടർ നരേന്ദ്രൻ്റെ തൊടുപുഴയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകളൊക്കെ നടത്തി സർജറിയൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവൾ ആഴ്ചകളോളം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ശരീരത്തിൽ മുഴകൾ രൂപപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് 1-2 കാര്യം ഒന്ന് സൂചിപ്പിച്ച് പോകാം എന്ന് കരുതുകയാണ്. നമ്മൾ ഈ പ്രായമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമൊക്കെ നായകളിൽ ഇങ്ങനെ മുഴകളൊക്കെ ശരീരത്തിൽ രൂപപ്പെട്ട് വരുന്ന അതുകൊണ്ട് അതെല്ലാം ഒന്നും മാരകമായിരിക്കത്തില്ല. ചിലതൊക്കെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് ബയോപ്സി എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ 12-13 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും പെൺനായ്ക്കളിലൊക്കെ കൂടുതലായി ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനം മൂലവും മറ്റുമൊക്കെ ഇങ്ങനെ ശരീരത്തിൽ മുഴകളൊക്കെ അവരുടെ മാമറി ഗ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രൂപപ്പെട്ട് വരുന്നത് കാണുന്നുണ്ട്. പിന്നെ പ്രായാധിക്യം മൂലവും തെരുവുനായ്ക്കളാണെങ്കിൽ അവരുടെ പോഷകാഹാരങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവ്, പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും ഇല്ലാത്തത്, അങ്ങനെയൊക്കെ അവർക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നാടൻ നമ്മളെ ഇന്ത്യൻ പരിയ ഡോഗുകളിൽ അങ്ങനെ അവർ തെരുവിൽ വളർന്നുകൊണ്ട് അവർ അതിനെയെല്ലാം അതിജീവിക്കുകയോ ആരും അറിയാതെ മരിച്ചു പോവുകയൊക്കെ ചെയ്യുകയാണ് പതിവ്. ജനിതക തകരാറുകളൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തുടക്കത്തിലെ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞ് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഇത് പാടെ മാറ്റിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ മുഴകൾ വളർന്ന് പിന്നെ അതിൽ പൊട്ടലും ഒക്കെ ഉണ്ടായി
അതിൽ ഈച്ച വന്ന് മുട്ടയിട്ട് പുഴുവൊക്കെ ആയിട്ട് കൂടുതലായി കാര്യങ്ങൾ സങ്കീർണമായി പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ പറയുന്ന കൂട്ടത്തിൽ ഈ കാഴ്ചപോയ നായ്ക്കളെ സംരക്ഷിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവർക്ക് സ്ഥിരമായി ഒരു വിശ്രമസ്ഥലം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അവർക്കൊന്നും പിന്നീട് അവിടെ തന്നെ അവർ അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുക്കണം. അവർ നടക്കുന്ന വഴികളിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്താതെ, തടസ്സമൊന്നും വരുത്താതിരിക്കുകയാണെങ്കിൽ അവരുടെ ടോയ്ലറ്റിങ്ങും മറ്റുമൊക്കെ ദൂരെ പോയി സാധിച്ചിട്ട് തിരികെ വരുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഒരു ഭാരമല്ലാതെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോവുകയും ചെയ്യും. എന്തായാലും ആഴ്ചകളുടെ സംരക്ഷണത്തിന് ശേഷം ഞാനിവിടെ തിരികെ ബിന്ദുവിൻ്റെ അടുത്തുകൊണ്ട് ആക്കുകയാണ്. ഇവളുടെ ഒരു സ്റ്റിച്ച് ഇതിനിടയ്ക്ക് ഇവളെ മാന്തിപ്പൊളിച്ച് കളഞ്ഞായിരുന്നു. അത് വീണ്ടും സ്റ്റിച്ച് ഇട്ടു. അങ്ങനെ ഉണങ്ങി വരാനൊക്കെ ഒരുപാട് താമസിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടാണ് കുറച്ച് കാലം ഇങ്ങനെ ഇവൾ കൂടെ ഉണ്ടാകാനുള്ളൊരു കാരണം. ഇവളെ ടോയ്ലറ്റിങ്ങൊക്കെ വലിയ പാടായിരുന്നു. ഇവളങ്ങ് ദൂരെ പോയി പൊന്തക്കാട്ടിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ പരമാവധിയൊക്കെ ശ്രമിച്ചു. പലപ്പോഴും സാധിക്കാതെ വരുന്നു. പിന്നെ അങ്ങനെ ഇവൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ആശുപത്രി പോകേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ ആയാലും പുള്ളിക്കാരിയായിട്ട് എനിക്കൊരു വലിയ അറ്റാച്ച്മെൻറ്റ് രൂപപ്പെട്ടു വന്നു. അങ്ങനെ ഇവളെ പിരിയുന്നതിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നു. എന്തായാലും ഏറ്റെടുക്കാൻ ബിന്ദുവിനോ കൊണ്ട് ആക്കാതിരിക്കാൻ എനിക്കോ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇവളെ അല്പം മാനസിക ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിലും ബിന്ദുവിൻ്റെ അടുത്തുകൊണ്ട് ആക്കി മടങ്ങി പോരുകയാണ്.